രാവിലെ 5 മണിയായപ്പോഴേക്കും മീനാക്ഷി എനിക്കിതേ റെഡി ആയിരിക്കുന്നുണ്ട്. എന്തിനാ വെച്ചാൽ മേക്കപ്പ് ചെയ്യാനാണ് കേട്ടോ. ഞങ്ങൾക്ക് നേരത്തെ തന്നെ മേക്കപ്പൊക്കെ ചെയ്ത് വേഗം പോകണം. ഇന്ന് മീനാക്ഷിയുടെ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലാണ്. അപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ടൈം കിട്ടിയിരിക്കണത് നമുക്ക് 9 മണിക്കാണ്. അപ്പം നേരത്തെ എനിക്കിതേ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വേണം നമുക്ക് പോവാൻ. അപ്പോൾ ഇതേ അമ്മായിയാണ് മേക്കപ്പ് ചെയ്യാൻ വന്നേക്കണത്. അപ്പോൾ അമ്മായിനെ കാലത്ത് വിളിച്ച് എനിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. മേക്കപ്പ് ഇതേ തുടങ്ങിയിട്ടുണ്ട്. മേക്കപ്പ് ഒക്കെ തുടങ്ങണതിന് മുമ്പ് രണ്ടുപേരും നന്നായി പ്രാർത്ഥിച്ചിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. കോമ്പറ്റീഷൻ ആയതുകൊണ്ട് മേക്കപ്പിന് കുറച്ച് മാർക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വന്ദനയ്ക്ക് പേടിയായിരുന്നു. അല്ലാത്തതിന് അവൾ മേക്കപ്പൊക്കെ ചെയ്യിക്കാറുണ്ട് കേട്ടോ. അമ്പലത്തിലും അങ്ങനത്തെ ഡാൻസിനൊക്കെ മേക്കപ്പൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ കോമ്പറ്റീഷനായ കാരണം ഇതിന് മാർക്കുള്ള കാരണം വന്ദനയ്ക്ക് പേടിയായിരുന്നു മേക്കപ്പ് ചെയ്യാൻ. അപ്പം ഞാൻ ഈ നമുക്ക് മേക്കപ്പ് പുറത്തുനിന്ന് ചെയ്യാൻ 1500 രൂപയൊക്കെയാണ് മേക്കപ്പിന്. 1500-2000 രൂപയൊക്കെ വേണം മേക്കപ്പിന്. അപ്പം അതേ വന്ദന പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങളിതേ 500 രൂപയ്ക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. മേക്കപ്പ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായി. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മുടെ മേക്കപ്പൊക്കെ തുടങ്ങണത് കേട്ടോ. അങ്ങനെ ദേ മേക്കപ്പ് മുഖത്ത് കുറേ സാധനങ്ങളൊക്കെ പുരട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് മേക്കപ്പിനെ കുറിച്ച് ഒരു ഐഡിയ എനിക്കില്ലാത്ത ആളാണ് ഞാൻ. അതേ വന്ദനയ്ക്ക് കുറേയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്ദന യൂട്യൂബിലും ഒക്കെ നോക്കിയിട്ട് ഞങ്ങൾ തന്നെ മേക്കപ്പ് ചെയ്തതാണിത്. ഞാൻ ഹെൽപ്പറായിരുന്നു. അപ്പോൾ അതേ അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഡ്രസ്സിങ്ങും പിന്നെ ഹെയർ സ്റ്റൈലിൻ്റെ കാര്യം പറയണതില്ല, അത് അവൾക്ക് നന്നായാണ്. അങ്ങനെ ഹെയർ സ്റ്റൈലിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇതേ ഞങ്ങൾ പോവാണ്. അപ്പോൾ കാലത്തന്നെ കാരണം പിള്ളേരൊന്നും സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. ആദിത്യനും ജാനും ഒക്കെ ഞങ്ങളുടെ ഒപ്പമാണ് പോണത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി സ്കൂളിലേക്ക് പോവാണ്. അവർ രണ്ടുപേരും സ്കൂളുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്കൂളിൽ മുകളിലത്തെ നിലയിലാണ് പരിപാടി യൂത്ത് ഫെസ്റ്റിവൽ നടക്കണത്. ഇപ്പോൾ കുറേ മുടക്കുകൾ മഴ കാരണം കിട്ടിക്കണ കാരണം അപ്പം നമ്മുടെ ക്ലാസ് പോകണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെയാണ് യൂത്ത് ഫെസ്റ്റിവൽ നടത്തണത്. അപ്പോൾ മുകളിലത്തെ ഹോളിൽ വെച്ചിട്ടാണ് യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ മീനാക്ഷിയുടെ കുറച്ചൊക്കെ ലിപ്സ്റ്റിക്ക് അങ്ങനെ പൂവൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ടാണ് പൂ വയ്ക്കലും ലിപ്സ്റ്റിക്ക് ഇടലും പിന്നെ ചിലങ്കിയൊക്കെ കെട്ടിക്കൊടുത്ത് അമ്മായിയുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് മീനാക്ഷിയുടെ പോവാണ്. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ മോഹിനിയാട്ടം നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മോഹിനിയാട്ടം കഴിഞ്ഞിട്ട് അടുത്തത് ഫോക്ക് ഡാൻസാണ്. അപ്പോൾ ഫോക്ക് ഡാൻസിനുള്ള പിള്ളേരുകൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ മീനാക്ഷി എന്നിട്ട് വേഗം പോയി ചിലങ്കിയൊക്കെ കെട്ടി പോയി. മോഹിനിയാട്ടം കഴിഞ്ഞപ്പോൾ പോയി ചെസ് നമ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെയാണ് അവൾക്ക് കിട്ടിയിരിക്കണത്, ലോട്ടിട്ട് എടുത്തിട്ട് കേട്ടോ. അപ്പോൾ മീനാക്ഷി അത് കയറാൻ നിൽക്കുകയാണ്. പിന്നെ ഡാൻസൊന്നും നമുക്ക് ഈ യൂട്യൂബ് വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്ത കാരണം നമുക്കത് ഇടാൻ പറ്റണില്ല. കോപ്പിറൈറ്റ് കിട്ടും. ഈ കോപ്പിറൈറ്റ് കിട്ടാണ്ട് എങ്ങനെയായി ഡാൻസൊക്കെ വീഡിയോസും ഒക്കെ ഇടണേന്നുള്ളത് എനിക്കറിയില്ല. അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. എല്ലാവരും അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കതിനെ പറ്റി അറിയില്ല. കുറേ ഡാൻസ് വീഡിയോസ് നമ്മളിപ്പോൾ ഡാൻസ് കളിക്കണ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്താൽ അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടുമല്ലോ സോങ് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഡാൻസ് ഇപ്പം ഞാൻ പോസ്റ്റ് ചെയ്യണില്ല. അപ്പം അങ്ങനെ വീഡിയോ വീഡിയോ കുറച്ച് പേരെ കാണണ്ടാവുള്ളൂ. എന്നാലും വീഡിയോ കാണുന്നവർ അറിയുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഡാൻസും സിനിമ സോങ്ങൊക്കെ വെച്ചിട്ട് നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അങ്ങനെ ദേ മീനാക്ഷി അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു കേട്ടോ. ഒട്ടും തെറ്റിക്കാണ്ട് നന്നായി ഡാൻസ് കളിച്ചു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിണ്ടായി. അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞു കേട്ടോ. കുറച്ച് ഡാൻസൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവൾക്ക് ക്ഷീണമായി. ഭക്ഷണമൊക്കെ കഴിക്കൽ കുറവാണല്ലോ. അങ്ങനെ ക്ഷീണമായി വെള്ളമൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവിടെ നിന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ളവരുടെയൊക്കെ ഫോക്ക് ഡാൻസും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഭരതനാട്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഡാൻസൊക്കെ കണ്ടിരുന്നു എല്ലാവരും. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോന്നു. പിന്നെ മീനാക്ഷിയുടെ ഇവിടെ നിന്ന് നമ്മുടെ കൊടകരയിൽ നിന്ന് പോണ കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ ഒപ്പം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് ആ കുട്ടി. അപ്പോൾ ആ കുട്ടിയുടെ ഒപ്പൊക്കെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അവിടെ ഡാൻസ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ദേ ഈ റെഡ് കാർപ്പറ്റിലൂടെയൊക്കെ നടത്തി ഫോട്ടോസ് വല്ല വീഡിയോസ് എടുക്കാന്ന് വെച്ചപ്പോൾ അവൾ നടക്കണില്ലേ, ഒടിഞ്ഞു നുറങ്ങി വീഴാൻ പോണ മാതിരിയാണ് നടക്കുന്നത്. ഒരു സ്റ്റൈലിലൊക്കെ നടക്കണ്ടേ. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളിതേ തിരിച്ചു പോരാണ്. ഞാനേ
അല്ല അത് നമ്മളെ അറിയിക്കണം. എന്താ നമ്മളെ അറിയിക്കേണ്ട, നമ്മളെങ്ങനെ കാര്യങ്ങൾ അറിയാം. എന്ത് സാധനം വേണ്ട വേണ്ട. എന്തിനാ അവളുടെ ബർത്ത്ഡേയാ? മീനാക്ഷിയുടെ ക്ലാസ്സിൽ പഠിക്കണ വേറൊരു മീനാക്ഷിയുടെ ബർത്ത്ഡേ ആയിരുന്നു എന്ന്. അപ്പോൾ അതേ ട്രീറ്റ് കൊണ്ടുപോകണമാണ്. അപ്പോൾ അവൾ ഓടി ചെന്ന് ട്രീറ്റൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതേ ഇറങ്ങാൻ കേട്ടോ. ഞങ്ങൾ പോണ വഴിക്കാണ് പാലടിയും ബോളിയൊക്കെ കഴിച്ചു കേട്ടോ. ആ കണ്ണിന് നമ്മുടെ ചെറിയ തട്ടുകടയിലേക്കാണ് നമ്മൾ. ഇന്നലെ കിട്ടിയത് അതാണ് മഹാലക്ഷ്മിക്ക് 2-3 ദിവസത്തെ കച്ചവടം. നല്ല ചൂട്. പിന്നെ എന്തിനാ പൈസ കൊടുത്ത് വേറെ ചെയ്യണം? പ്രൊഫഷണൽ മേക്കപ്പിനായി ഇനി മേക്കപ്പിന് പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആൻഡ് റിമൂവർ എനിക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് റിമൂവലും കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം മേക്കപ്പ് റിമൂവലും ചെയ്തു കൊടുത്തിട്ടാണ് വന്ദന പോയത്. നമുക്കിനി അടുത്തിടെ വളരെ പൂക്കളാ എടുത്തു വെച്ചോ. മേക്കപ്പ് ആർട്ടിസ്റ്റ് പോവാണ്. ടാറ്റാ ടാറ്റാ.